ഇവിടുത്തെ LDF ഒരാളിനെ പോലും നിർത്തിയില്ല, UDF ഒരാളിനെ പോലും നിർത്തിയില്ല, BJP നിർത്തിയതിൻ്റെ കാര്യം പറയണ്ട, രണ്ടുപേരെ നിർത്തി. അത് മലപ്പുറത്ത് മുസ്ലിം ഏരിയയിൽ. ചുരുക്കം പറഞ്ഞാൽ എല്ലാ പാർട്ടികളും അക്കാര്യത്തിൽ തുല്യമാണ്. ഞാൻ പാർട്ടികളൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അവരെന്താ നോക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടി അവരുടേതായിട്ടുള്ള കുറച്ച് പേര് കയറി വരണം. വിശ്വകർമ്മജനം ഉയർത്തിക്കൊണ്ട് വരരുത്. നിങ്ങൾ പാർട്ടിക്കാർ, ഞാനീ പറഞ്ഞല്ലേ, നമ്മുടെ ഇതിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടാവും. ഏത് പാർട്ടികൾ നിങ്ങൾ നോക്കി, നിങ്ങൾ ചിലരിങ്ങനെ അടിമകളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, വിശ്വകർമ്മജനായിട്ടുള്ളവർക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ജില്ലാ പ്രതിനിധി അല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് മുകളിലോട്ട് സ്ഥാനക്കയറ്റം കൊടുക്കുമോ? കൊടുത്തേക്കാം, അപൂർവമായിട്ട്. അങ്ങനെ പ്രത്യേക റെയർ കേസുകളിൽ. ഇപ്പോൾ TU രാധാകൃഷ്ണന് കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം UDF അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, സമ്മതിച്ചു. ഈ പറയുന്ന 35 ലക്ഷം വരുന്ന ആൾക്കാരുടെ പ്രതിനിധിയാണ് ഒരാളിന് കൊടുത്തത്. മാർക്സിസ്റ്റ് പാർട്ടി അതും ചെയ്തില്ല. ഞാൻ ശ്രീമതി പുഷ്പലതയെ വിളിച്ചിരുന്നത് അതുകൊണ്ടാണ്. പുഷ്പലത ഇവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ പോയി. അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാനം കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർത്തിയില്ല. അതുപോലെ BJP ഞാൻ രാജീവ് ചന്ദ്രശേഖരനോട് കൂടെ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ സംസാരിക്കുന്നതിലേക്ക് വേണ്ടിയൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ പോയി കണ്ടു, കുമ്മനം രാജശേഖരനെ കണ്ടു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര വിശ്വകർമ്മജനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ആരുമില്ല. 26 പേരിൽ ഒരാൾ പോലും വിശ്വകർമ്മയില്ല. എന്നാൽ വിശ്വകർമ്മജനായിട്ട് BJP പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. നിങ്ങളുടെ തന്നെ പലരും കണ്ടേക്കാം. പക്ഷേ അതൊക്കെ ജില്ലയിൽ ഒതുക്കി. അവസാനം ചിലർക്ക് ഒരു കൗൺസിൽ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവരും ഇങ്ങനെ നോക്കുന്നു. ശ്രീ കുമ്മനത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു സ്ഥാനമാനങ്ങൾ എന്ന് വെച്ചാൽ സ്ഥാനമാനം വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സ്ഥാനമാനം വേണം. മറ്റു ജാതിക്കാർക്കെല്ലാം സ്ഥാനമാനം ആവാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിശ്വകർമ്മജനായിക്കൂടെ? വിശ്വകർമ്മജനിൽ കഴിവുള്ള പലരുമുണ്ട്. BJPയിൽ പ്രവർത്തിക്കുന്ന ശക്തരായിട്ടുള്ള കഴിവുള്ള വളരെ പേരുണ്ട്, അവർക്ക് കൊടുക്കുക. അതുപോലെ ഇതേ കാര്യം ഞാൻ DCCയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റിനോടും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയേണ്ട രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞു വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനുമായിട്ട് ഒടുവിൽ തർക്കത്തിൽ വന്നൊരു കാര്യം, വിശ്വകർമ്മ ദിനം അവധിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2014 മറ്റ് പല സമുദായങ്ങളിലും ഒരു അവധി ദിനമായിട്ട് നിയന്ത്രിത അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ വിശ്വകർമ്മ ദിനവും അവധിയായിട്ട് പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ സർക്കാർ വന്നപ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 2016 വന്ന സമയം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ദിനം, വിശ്വകർമ്മ ദിനം പൂർണ്ണമായ അവധിയാക്കണമെന്ന്. പക്ഷെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു മാറുക. ശ്രീ പിണറായി വിജയനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനം നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് തിരുവനന്തപുരത്തെ സെക്രട്ടറി ശ്രീ ജോയ്, അദ്ദേഹമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഈ കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ശരിയാക്കണം. അദ്ദേഹം പറഞ്ഞു എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. നടന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വിശ്വകർമ്മജൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നടക്കില്ല. കാരണം വിശ്വകർമ്മജൻ വോട്ട് ബാങ്ക് അല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളെ അങ്ങ് പിന്തള്ളാൻ പറ്റില്ല. പലതും പറഞ്ഞു, അവസാനവും ഇത് നടന്നിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ വിശ്വകർമ്മൻ്റെ ആവശ്യങ്ങൾ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ചിലപ്പം കയറിയൊക്കെ വന്നേക്കാം. അത് വേണ്ട. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടാത്ത പല പാർട്ടിക്കാരൂടെ കണ്ടേക്കാം. സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള, എന്നോടല്ല നിങ്ങൾ ദേഷ്യപ്പെടേണ്ടത്, നിങ്ങളുടെ പാർട്ടിയിലൊന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഞാൻ ഒരു പാർട്ടിയെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് വിശ്വകർമ്മജൻ രക്ഷപ്പെടുന്നില്ല? ഇതൊക്കെയാണ് കാര്യം. നമ്മൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പണിയും ചെയ്ത് ഈ പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞ് മരിക്കാൻ നിൽക്കും. പക്ഷേ പാർട്ടി നമ്മളോട് എന്ത് കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് അവകാശ സംരക്ഷണ ജാഥ നടത്തിയത്. അതിൽ ഒന്നാമത്തെ കാര്യം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുക. 140 നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളതിൻ്റെ 10% വരുന്ന വിശ്വകർമ്മജന് 140ൻ്റെ 10%മായിട്ടുള്ള 14 സീറ്റിന് അർഹതയുണ്ട്. ജനാധിപത്യ കേരളമാണ്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ 14 സീറ്റ്, ഇവിടെ 40 ലക്ഷം ഉള്ളവർക്ക് 14 അല്ല, 40 ലക്ഷം ഉള്ളവർക്ക് 60-70 സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക, വിശ്വകർമ്മജനൊന്നും കൊടുക്കാതിരിക്കുക. അവനെന്നാലും നമ്മുടെ പിറകെ വന്നോളും, നമുക്ക് വോട്ട് തന്നോളും, പാവം, അങ്ങനെയാണ്. അത് മാറിയതിൻ്റെ തെളിവാണ് നേരത്തെ വിഷ്ണുഹരി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം വ്യക്തികളെ, സ്ഥാനാർത്ഥികളെ പല പാർട്ടികളിൽ നിന്നായിട്ട് വിജയിപ്പിച്ചു, നിർത്തി. അപ്പോൾ പല പാർട്ടികളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വളരെയേറെ പേരെ നിർത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാർട്ടിക്കാർ മനസ്സിലാക്കി വിശ്വകർമ്മജരുടെ പഴയ അവസ്ഥയല്ല, അവരൊക്കെ കുറേശ്ശെ ഉണർന്നു തുടങ്ങിയെന്ന്. അക്കാര്യത്തിൽ വിശ്വകർമ്മ ഐക്യവേദിക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. ഈ പറയുന്ന 1000-ഓളം പേരിൽ 400-ഓളം പേർ വിജയിച്ചു. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ അടുത്ത കാലത്ത് പല സ്ഥലങ്ങളിലും എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയും ഈ പറഞ്ഞ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അങ്ങനെയൊക്കെ പറഞ്ഞ് പലർക്കും സ്വീകരണം കൊടുക്കുന്നതിലേക്ക് വേണ്ടി, പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം കൊടുക്കുന്നതിലേക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു.